നമസ്കാരം. തനിക്കും മമ്മൂട്ടിക്കും ഇപ്പോൾ കിട്ടുന്ന സ്നേഹം മുൻപ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ പലിശയാണെന്ന നടൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വൈറലായ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇത് മമ്മൂട്ടിയുടെ ആരാധകർ രണ്ടു തരത്തിൽ ഏറ്റെടുത്തു എന്ന് പറയുന്നതാണ് ശരി. ആദ്യത്തെ വശം എന്ന് പറയുന്നത് ഒരു നല്ല വശം. മോഹൻലാൽ പറഞ്ഞത് വളരെ നല്ല കാര്യമാണെന്നും അദ്ദേഹത്തിന് മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അതൊക്കെ പറഞ്ഞതെന്നും മമ്മൂട്ടിയുടെ പേര് ഒരു ഈഗോയും കൂടാതെ മോഹൻലാൽ അത് വ്യക്തമാക്കിയതും അതുകൊണ്ടാണ് എന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലർ ഇപ്പോൾ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന സ്നേഹം ഇപ്പോഴും മമ്മൂക്ക നല്ല സിനിമകൾ തരുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നു. ആ ഒരു സമയം മോഹൻലാൽ ഇപ്പോൾ നല്ല സിനിമകൾ തരുന്നില്ല, അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെയാണ് ഇപ്പോഴും പ്രേക്ഷകർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു തീർക്കുകയാണ്. പറയാതെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് എന്ന് ചിലരുടെ വിമർശനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. മോഹൻലാൽ നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് മമ്മൂട്ടിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്നും അദ്ദേഹത്തിന് ബഹുമാനമോടെ തന്നെ അദ്ദേഹം പറഞ്ഞതാണെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ചില മോഹൻലാൽ ആരാധകരാണ് ഇത്തരത്തിൽ ഇവയൊക്കെ തന്നെ വളച്ചൊടിക്കപ്പെട്ട് പറയുന്നത് എന്ന് പറയണം. ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ തന്നെ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത്രയും അധികം കാര്യങ്ങൾ വന്നതെന്ന് പറയാം. തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് വിശദമാക്കുന്നതിനിടയിൽ തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചു പോവുകയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽ. എനിക്കും മമ്മൂട്ടിക്കും കിട്ടുന്ന സ്നേഹം ഞങ്ങൾ മുൻപ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ പലിശയാണ് എന്ന് അദ്ദേഹം വളരെ രസകരമായി പറഞ്ഞു തീർക്കുകയാണ്. ഇന്ന് സിനിമ കാണാൻ നിരവധി വഴികളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. റീൽസായി പോലും സിനിമ കാണാൻ സാധിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പഴയ സിനിമകളെ പുതിയ സിനിമകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പഴയ സിനിമകളിൽ കോമഡിയും വൈകാരിക സീനുകളും ഒരുപാടുള്ളതായി തന്നെ പുതിയ തലമുറയ്ക്ക് തോന്നുന്നുണ്ടാകാം. പുതിയ തലമുറ സിനിമ കാണുന്നുമുണ്ട് എന്ന് പറയാം. അവയെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. മികച്ച സംവിധായകർക്കൊപ്പം ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. ഭരതൻ, പത്മരാജൻ, അരവിന്ദൻ, മണിരത്നം തുടങ്ങി നിരവധി നല്ല സംവിധായകരോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് മോഹൻലാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറയുന്നു. നമുക്ക് മികച്ച സംവിധായകരുണ്ട്, പക്ഷെ കഥകളില്ല എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കാര്യമാണ്. മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇവ. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബറോസ് ക്രിസ്മസ് റിലീസായി തന്നെ തിയേറ്ററുകളിൽ എത്തുകയാണ്. ഇതോടെ തന്നെ ഇത് പ്രമാണിച്ചാണ് അതിന്റെ സംവിധായകനായ ബറോസ് എന്ന കഥാപാത്രവും ചെയ്യുന്ന മോഹൻലാൽ തന്നെ ഇപ്പോൾ എല്ലാ അഭിമുഖങ്ങളിലും എത്തുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഡിഗാമയുടെ നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതമായി മോഹൻലാൽ തന്നെ ടൈറ്റിൽ കഥാപാത്രത്തിൽ എത്തുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഗുരു സോമസുന്ദരം, മോഹൻ ശർമ്മ, തുഹിൻ മേനോൻ എന്നിവർക്ക് പുറമെ മായ, സീസൽ ലോറൻ തുടങ്ങി നിരവധി പേര് തന്നെ അവിടെ എത്തുന്നുണ്ട്. വിദേശ താരങ്ങളും വേഷമിടുന്നുണ്ടെന്ന് പറയാം. പല തവണകളായി തന്നെ പല കാരണങ്ങളായി ചിത്രത്തിന്റെ റിലീസ് പലപ്പോഴായി മാറ്റിവെച്ചിരുന്നു. അങ്ങനെ അവസാനമാണ് ഇപ്പോൾ ഇതാ ഈ ഡിസംബർ 25-ാം തീയതി ഇത് തിയേറ്ററുകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അമേരിക്കൻ റിയാലിറ്റി ഷോ ആയ ദ വേൾഡ് ബെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ച ലീരിയൻ നാദസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം തന്നെ നിർവഹിച്ചിരിക്കുന്നത്. മാർക്ക് കിലിയൻ ആണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത കലാ സംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സന്തോഷ് ശിവനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം. വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി, മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വാർത്ത തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നതെന്ന് പറയാം. മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് പങ്കുവച്ച് പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സുഭാഷ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. 100 ദിവസത്തിലധികം സിനിമയുടെ ചിത്രീകരണം ഉണ്ടെന്നും ഏകദേശം 100 കോടിയോളമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നും സുഭാഷ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് പ്രതികരണം നടത്തവെയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇതൊരു ത്രില്ലർ സിനിമ ആയാണ് ഒരുങ്ങുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ചാക്കോച്ചൻ, നയൻതാര തുടങ്ങി വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ ഷാർജ ഷെഡ്യൂളാണ് പൂർത്തിയായിരിക്കുന്നതെന്നും ഇനി ശ്രീലങ്കയിലും ഇന്ത്യയിലും UK-യിലും കുറച്ചധികം ഷെഡ്യൂൾ ഉണ്ടെന്നുമാണ്. ഇതൊരു വലിയ ചിത്രമാണെന്നും ഏകദേശം 100 ദിവസത്തോളം തന്നെ ഇത് ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്നും ചിലപ്പോൾ 150 ദിവസത്തേക്ക് എക്സ്റ്റൻഷൻ നടക്കുമെന്നും പറയുന്നുണ്ട്. 100 കോടി അല്ലെങ്കിൽ 90 കോടി അടുത്തതായിരിക്കും ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നും പറയുന്നു. വലിയ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നത്. ആ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. രണ്ടുപേർക്കും തുല്യ റോളുള്ള ചിത്രമാണിത്. ഇത് രണ്ടുപേരുടെയും ചിത്രമാണെന്ന് തന്നെ പറയാം. ജൂണിലാണ് സിനിമയുടെ കഥ കേൾക്കുക. ഏകദേശം 3 മണിക്കൂർ കൊണ്ടാണ് കഥ പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഓക്കെ പറയുകയായിരുന്നുവെന്നും പറയുന്നു.